ഹായ് ഹലോ. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ ടീച്ചേഴ്സ് ഡേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ പഠനകാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കില്ലേ. അപ്പം ഞാനും ഇങ്ങനെ ഇരുന്ന് ടീച്ചേഴ്സ് ഡേ അപ്പോൾ പനി, അപ്പോൾ ഇങ്ങനെ റെസ്റ്റാണ്, പനിക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ പിങ്കിക്ക് പനിയായിരുന്നു, ആ പനി എനിക്കുമായി. അങ്ങനെ പിങ്കി സ്കൂളിൽ പോയിട്ട് 2-3 ദിവസമായി. അപ്പം ഞങ്ങൾ 2 റെസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളുടെ പഠനകാല ഓർമ്മകളൊക്കെ ഇവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ അപ്പോൾ നമ്മള് എല്ലാം ഞാനിങ്ങനെ അടുക്കി പറക്കി വെച്ചിരുന്നതാണ്, പക്ഷെ നമ്മുടെ ബുക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മള് പെയിന്റ് ചെയ്യാൻ നേരം അതിലായിട്ട് അതിങ്ങനെ ഞാനിങ്ങനെ മെപ്പോട്ട് അടുക്കി വെച്ചിരുന്നതാണ്. അപ്പൊ അതിങ്ങനെ നീക്കിയ കൂട്ടത്തിൽ അതിങ്ങനെ ചരിഞ്ഞുടങ്ങ് വീണ്. പിന്നെ നമുക്കതൊന്ന് പിറക്കി അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. കുറെ ദിവസം കൊണ്ട് ഞാനത് പിറക്കി വെക്കണമെന്ന് കരുതുക. അപ്പോഴേ ഇപ്പം നമുക്ക് പേസ്റ്റ് ബോർഡ് കവർ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് അടുക്കി വെക്കാവുന്നേ. അപ്പോൾ ഇതിനകത്താവുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി അങ്ങ് സെറ്റായിട്ടിരുന്നോളും. അതല്ലെങ്കിൽ പിന്നെയും ഈ ബുക്സ് എല്ലാം പൊടിയടിക്കും. അപ്പോൾ നമ്മുടെ +2 തൊട്ടുള്ള ഈ പുസ്തകങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്തിലോട്ട് ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം ആകെപ്പാടെ ചെതറി കിടക്കുക കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ബോട്ടണിയുടെ റെക്കോർഡ് ബുക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ സുവോളജി മെയിനായിരുന്നു, പിന്നെ സ്വന്തമായിട്ട് ബോട്ടണി പഠിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഈ ബോട്ടണി റെക്കോർഡിന് വേണ്ടിയായിരിക്കും. ഇതെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് നല്ല പ്രായമുള്ളവരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ വരച്ചുകൊണ്ട് കൊടുത്താലും ഇവർക്കത് ഇഷ്ടപ്പെടത്തില്ല. തുടപ്പിച്ച് വീണ്ടും വരപ്പിക്കും. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വരച്ചെടുത്തു കേട്ടോ. അതുകൊണ്ട് എന്തായാലും വരച്ച് കൈ തെളിഞ്ഞു. ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ അതിശയമായി. ഇപ്പം എത്രയോ നാളായി വരയ്ക്കാതൊക്കെ ഇരിക്കുകയല്ലേ. അന്ന് ദൂരം കഷ്ടപ്പെട്ടതാ ഒരൊപ്പിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം നാട് ആകെപ്പാടെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണം. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റി ആവശ്യമുള്ളതെല്ലാം അടുക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടുക്കിപ്പറക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് 2 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ 10ലെയും +2 ഓട്ടോഗ്രാഫ് ബുക്കാട്ടോ. അപ്പോൾ ഇത് എൻ്റെ 10ാം ക്ലാസ്സിലത്തെ ഓട്ടോഗ്രാഫാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇല്ലായിരുന്നു, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഓട്ടോഗ്രാഫ് ബുക്ക് എത്ര മനോഹരമാക്കാവോ അത്രയും മനോഹരമാക്കി വെക്കും. ഇനി ഇതിനകത്തിലെ ഫോട്ടോസൊക്കെ നമുക്കത് ട്യൂട്ടോറിയലില്ലേ നോട്ടീസ് അടിക്കുമല്ലോ ജയിക്കുന്നവരുടെ, അപ്പം അങ്ങനെ ഒട്ടിച്ച് കേട്ടോ. ഇപ്പം ഇവരൊക്കെ എവിടെയാണെന്നൊന്നും അറിയില്ല. ഇപ്പം പിന്നെ ഓട്ടോഗ്രാഫ് ബുക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് +2ത്തെ ഓട്ടോഗ്രാഫ് ബുക്ക് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പിങ്കി എടുത്ത് കുത്തി വരച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇതെല്ലാം പിറക്കി മുകളിൽ വെക്കാൻ തുടങ്ങിയത്. പിന്നെ പിങ്കി ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഇത് പിങ്കിയുടെ ചാച്ചി മിസ്റ്റർ അബുഗിലപ്പുക്കുട്ടൻ പണ്ട് എനിക്ക് എഴുതി തന്ന ഓട്ടോഗ്രാഫ് കേട്ടോ. നീ മറക്കും ഉറപ്പാ എന്നാ പുള്ളി എഴുതിയത്. ഇപ്പം എന്തായാലും മറക്കേണ്ടി വന്നില്ല, എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് എന്നും ഓർക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഓട്ടോഗ്രാഫ്. ഫ്രണ്ട്സിനെയൊക്കെ കാണുമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമായിരിക്കും അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.